എല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കുന്നില്ല, ഞാൻ ഓഡിബിൾ ആണോ? അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. എല്ലാവർക്കും എൻ്റെ റെവല്യൂഷണറി ഗ്രീറ്റിംഗ്സ് ആൻഡ് ലാൽസലാം. ഈ ഗ്രൂപ്പിലേക്ക് എന്നെ വിളിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനും സംഘാടകർക്കും അതിൻ്റെ അഭിവാദ്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് വിളിച്ചതിൽ താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു പാൻഡമിക്കിൽ ഇടയിൽ കൂടിയാണ് ജീവിച്ചു പോകുന്നത്. എന്നുവെച്ചാൽ ഒരു അൺസർട്ടനിറ്റി എല്ലാ ദിവസവും ഉണ്ട്. എവറിഡേ ലൈഫ് എങ്ങനെയായിരുന്നു നമ്മളെങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാറിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ പാൻഡമിക്കിന് മുന്നേ ഇവിടെ അൺസർട്ടനിറ്റി ആയിരുന്നു, ഒരു എന്താ പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ലൈക്ക് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ CA/NRC പ്രൊട്ടസ്റ്റുകൾ മൂലം ഇവിടെ വളരെയധികം ഒരു അൺസർട്ടൻ ഒരു എല്ലാവരും എന്താ പറയുക വളരെയധികം സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വളരെയധികം ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് മൂവ്മെൻറ്റ്സും സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അവിടുത്തെ മുസ്ലിം മൈനോറിറ്റീസിനെ എന്താ പറയുക സ്റ്റേറ്റ് മിഷനറി വഴി എങ്ങനെയാണ് ബ്രൂട്ടലൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു. ലൈക്ക് ഡൽഹി ക്യാപിറ്റലിൽ തന്നെ എങ്ങനെയാണ് മുസ്ലിംസിനെ ഇവർ ബ്രൂട്ടലൈസ് ചെയ്തത്, അത് സ്റ്റേറ്റ് മിഷനറി യൂസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റീസിൽ ജാമ്യ AMU ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിൽ എന്താണ് നടന്നത് നമ്മൾ ക്ലിയർലി കണ്ടു. സോ ഭയങ്കര ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ക്ലിയർ അല്ലാത്ത ഒരു എമർജൻസി പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്. അപ്പം അതിനകത്ത് ഈ അൺസർട്ടനിറ്റി വെറും ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, നമ്മൾ ഏതൊരു സെക്ഷൻ ഓഫ് സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ കർഷകരായിക്കോട്ടെ, നമ്മുടെ വർക്കേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ആരെടുത്ത് നോക്കുകയാണെങ്കിലും ഏതൊരു ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിലും അവിടെ ഒരു അൺസർട്ടനിറ്റി, അവിടെ ഒരു പ്രശ്നം നമുക്ക് കാണാം. ആൻഡ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ അൺസർട്ടനിറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു RSS BJP അതിൻ്റെ NDA ഗവൺമെൻറ്റാണ് ഈ സാധനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ക്ലിയർ അൺസർട്ടനിറ്റീസ്, അവരുടെ ഐഡിയോളജി കൊണ്ടുള്ള അൺസർട്ടനിറ്റീസ് പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർലി എവിഡൻ്റ് ആയിട്ട് ഓരോ ദിവസം നമ്മൾ കണ്ടു പോകുന്നു. അപ്പം അതേപോലെ തന്നെ ലൈക്ക് ഓരോരുത്തരെയും ബാധിക്കുന്നത് പോലെ തന്നെ സ്റ്റുഡൻസിനെയും ഈ പാൻഡമിക്കിൻ്റെ പേരിൽ, കോവിഡ് എന്ന് പറയുന്ന പകർച്ചവ്യാധിയുടെ പേരിൽ എങ്ങനെ അതിൻ്റെ മറവിലൂടെ അവരുടേതായ നീതികൾ, അവരുടേതായിട്ടുള്ള പോളിസീസ്, അവരുടേതായിട്ടുള്ള ലോസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആക്ടുകൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം എഡ്യൂക്കേഷൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് ഈ ഗവൺമെൻറ് വന്നത് കഴിഞ്ഞ ടേം തൊട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനെ എങ്ങനെ അവർ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹയർ സ്കൂൾ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ വി സി ലൈക്ക് ദർ ഇസ് എ ക്ലിയർ കട്ട് എന്താ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് എങ്ങനെ എഡ്യൂക്കേഷനെ തകർക്കാം, എങ്ങനെ അവരുടെ കമ്മ്യൂണൽ അജണ്ട എങ്ങനെ കരിക്കുലങ്ങളിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഇത് വഴി, അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷനെ എങ്ങനെ വിറ്റ് കാശാക്കാം ഈ പറയുന്ന ഡിജിറ്റൽ മൂവ് വഴി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സസ്, അത് നമുക്ക് ക്ലിയർ അറിയാം. ഓൺലൈൻ ക്ലാസ്സസ് വരികയാണെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ആരായിരിക്കും ഈ ക്ലാസ്സുകൾ വഴി എക്സ്ക്ലൂഡഡ് ആവുക എന്നുള്ളതും ക്ലിയർ ആയിട്ട് നമുക്ക് ആ അജണ്ട വഴി ആരാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടാകും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന റൈറ്റിനെ എങ്ങനെ ഒരു കോമ്മോഡിറ്റി ആക്കാം എന്നുള്ള ചർച്ചകളും ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചും പലയിടത്തും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പും കൂടെയാണ് കമ്മ്യൂണൽ അജണ്ട. ആൻഡ് കമ്മ്യൂണൽ അജണ്ട ഇന്നും ഇന്നലെ അല്ല, നമ്മൾ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഹിസ്റ്ററിനെ മാറ്റാം എന്നുള്ളത് അവരുടെ ഒരു അജണ്ട. കാരണം BJP RSSൻ്റെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്ററി ഇല്ല. അവരാകെ എന്താ ഒരു ബിട്രിയലിലെ ഹിസ്റ്ററി, അല്ലെങ്കിൽ എങ്ങനെ ചതിക്കാം എന്നുള്ള ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ എങ്ങനെ സോറി പറയാം എന്നുള്ളൊരു ഹിസ്റ്ററി മാത്രമുള്ള ആൾക്കാരാണ് BJP RSS. അപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഹിസ്റ്ററിയിലോ ഒരു ഇതിലോ ഒരു റോളില്ല. അപ്പം എങ്ങനെ അവരുടെ അജണ്ട ഓഫ് ഹിന്ദു, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അജണ്ട ഓഫ് ഹിന്ദു രാഷ്ട്ര കൊണ്ടുവരാം, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ആ അജണ്ടയ്ക്ക് എഗൻസ്റ്റ് ആയി നിൽക്കുന്ന ഐഡിയൽസ്, സിറ്റിസൺഷിപ്പ്, സെക്യുലറിസം, ഡെമോക്രസി, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിനെ അല്ലെങ്കിൽ ബേസിക് ടെനൻസിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് RSS ഇപ്പം ഈ സിലബസിലെ ചേഞ്ച് വഴി അല്ലെങ്കിൽ അതിനെടുത്ത് മാറ്റുന്നത് വഴി നമ്മൾ കാണും. അപ്പം
അത് സംസാരിക്കുന്ന മുന്നേ എനിക്ക് ഫൂക്കോ ഒരു ഫ്രഞ്ച് തിങ്കറാണ്. ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നോളജ് ആൻഡ് പവറിനെ യൂസ് ചെയ്ത്, നോളജ് ആൻഡ് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾസ് ആകാം, ഹോസ്പിറ്റൽസ് ആകാം, പ്രിസൺസ് ആകാം. അപ്പം ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സോഷ്യൽ കൺട്രോൾ ചെയ്യാം. ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എങ്ങനെ സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യാം, പവറും നോളജിൻ്റെയും റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എങ്ങനെ സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് സ്റ്റഡി പറയുന്നത്. ക്ലിയർലി ഈ പറയുന്ന പാൻഡമിക് കാരണം നമ്മുടെ മുന്നിലുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിപ്പം എവറിഡേ ലൈഫിൽ എന്നും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ് ആൻഡ് കോളേജ്, ഹോസ്പിറ്റൽസ്, 3 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിസൺസ്. ഈ 3 സാധനങ്ങളും നമ്മുടെ എവറിഡേ ലൈഫിൻ്റെ പാർട്ടായി അല്ലെങ്കിൽ എവറിഡേ ചർച്ചകളുടെ പാർട്ടായിട്ട് നിൽക്കുന്ന സാധനമാണ്. ആൻഡ് ഈ ആളുടെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമ്മളെ എങ്ങനെ നമ്മളെ സൈലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയുന്നത് എന്തോ അതെങ്ങനെ അത് മാത്രം അനുസരിച്ച് അവർ പറയുന്നത് മാത്രം അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റിസൻസ് ആക്കി മാറ്റാം, നമുക്കൊരു ഒപ്പീനിയൻ ഇല്ലാതാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ഇതിന് വഴി ആൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ക്ലിയർലി നമുക്ക് കാണുകയും ചെയ്യാം നമ്മുടെ എവറിഡേ റിയാലിറ്റിയിലെ ഫൂക്കോ പറഞ്ഞ എവറിഡേ റിയാലിറ്റി പറഞ്ഞ കാര്യം ഇന്നത്തെ നമ്മുടെ എവറിഡേ റിയാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം CBSE പറഞ്ഞത് ഈ ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് എടുത്ത് മാറ്റിയപ്പം പറഞ്ഞത് സോഷ്യൽ സയൻസസിൽ ഉള്ള സബ്ജക്ട്സ് മാത്രമേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിതെടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസസിൻ്റെ സബ്ജക്ട്സിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഞാൻ ആദ്യം തന്നെ ഞാനൊരു പബ്ലിക് ഹെൽത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്തിൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് പഠിക്കുമ്പം ഇതേപോലത്തെ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എവല്യൂഷണറി തിയറി ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം. അപ്പം ഈ 2 സാധനങ്ങൾ നമ്മൾ ക്ലിയറായി പഠിക്കുമ്പോൾ എപ്പിഡമോളജിസ്റ്റുകൾ പറയുന്നത് ഈ എവല്യൂഷനെയും അല്ലെങ്കിൽ എക്കോളജിനെയും കുറിച്ച് ക്ലിയറായി പഠിക്കാത്തതോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് കാരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാത്തത് കാരണം ആണ് ഇന്നത്തെ ഡേറ്റ് നമുക്ക് എന്താണ് ഈ സ്പീഷീസ് ഇൻട്രാക്ഷൻസ് വഴി ഉണ്ടാകുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ഡൈനാമിക്സോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കാരണം ഈ എക്കോളജിനെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എവല്യൂഷണറി തിയറിയോ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് ഹെൽത്ത്. കാരണം അവർ പറയുന്നത് സൂനോട്ടിക് പാൻഡമിക്കിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിന് ക്ലിയറായിട്ട് റിസർച്ച് എക്കോളജിനെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചും ചെയ്യണം. ആ സാധനങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ കാണുന്നില്ല. ആൻഡ് നമ്മുടെ റിസർച്ചിന് പോലും ഫണ്ടിങ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം റിസർച്ചിൻ്റെ ഫണ്ടിങ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മിലിറ്ററി റിസർച്ചിനാണ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസർച്ചിനാണ്. ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ജനറിക് റിസർച്ച് സബ്ജക്ട്സ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ജനറിക് റിസർച്ച് സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും ഇവർ ഫണ്ടിങ് നടത്തുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് സാധനങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്താതെ ന്യൂക്ലിയർ റിസർച്ചും മിലിറ്ററി റിസർച്ചൊക്കെയാണ് നടത്തുന്നത്. അപ്പം ഇന്നത്തെ സമയത്ത് നമുക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പറയുന്ന ഇക്കോളജി, എൻവയോൺമെൻറ്റ് ഈ സാധനങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ EIAൻ്റെ ഇത് വഴി അവരത് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ക്ലിയർലി കാണിക്കുന്നത് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് പബ്ലിക് ഹെൽത്തിന്, എക്കോളജിസ്റ്റിന്, എപ്പിഡമോളജിസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പഠിക്കുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പോകുന്ന വഴി, എക്കോളജി എന്ന് പറയുന്ന ചാപ്റ്റർ പോകുന്ന വഴി എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ്. ദാറ്റ് ഇസ് എ ബേസിക് തിങ് ഇൻ ബയോളജി. അപ്പം അതെടുത്ത് മാറ്റുന്നതിൽ അവിടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എവല്യൂഷണറി ബയോളജിസ്റ്റ് പറയുന്നത് ഇറ്റ് ഇസ് ഐറോണിക് ആൻഡ് ട്രാജിക്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എവല്യൂഷണറി തിയറിനെ എടുത്ത് മാറ്റുന്നത് ഐറോണിക് ആൻഡ് ട്രാജിക്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇതിനെ എടുത്ത് കളയുന്നതിന് പകരം മിക്കവാറും ഉള്ള എല്ലാ റിസർച്ചേഴ്സും പറയുന്നത് ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഇൻഫോർമേഷൻ അവരെ പഠിപ്പിച്ചിട്ട് ബാക്കി അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് മാറ്റുക. സോ ദാറ്റ് സ്റ്റുഡൻസ് ആർ അവെയർ ഈ ഒരു ടോപ്പിക് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. സോ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സോഷ്യൽ സയൻസസ്. ഇവരെടുത്ത് മാറ്റിയിട്ടുള്ള സബ്ജക്ട്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്. ആൻഡ് എടുത്ത് മാറ്റില്ല അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സും ഉണ്ട്. സോ വാട്ട് ദേ ഡിഡ് ഇസ് ഓൾസോ പൊളിറ്റിക്കൽ. ആൻഡ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവരെടുത്ത് മാറ്റിയ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനം കാസ്റ്റ് ആൻഡ് ജെൻഡർ. ഇത് ഞാൻ പല പ്രാവശ്യവും പലയിടത്തും സംസാരിച്ചിട്ടുള്ളതാണ്.
CBSE മാറുമറിക്കൽ സമരം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിക് ഹിസ്റ്ററി സാധനമാണ്. അപ്പം അതിനകത്ത് വെറും ഒരു സ്ത്രീയുടെ ഇത് മാത്രമല്ല, ഒരു സ്ത്രീകളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, അത് ഒരു പെർട്ടിക്കുലർ കാസ്റ്റിൻ്റെയും കൂടെ ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിനെയാണ് ഒരു ജെൻഡർ, ഇപ്പം നമ്മൾ എപ്പോഴും ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ആ ജസ്റ്റിസിനെ കുറിച്ചും സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ഉള്ളൊരു ഹിസ്റ്ററിയാണ് ഈ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഈ ജെൻഡർ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന സാധനങ്ങൾ വഴി എടുത്തു മാറ്റുന്നത് വഴി നമ്മൾ ചർച്ചയിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. കാരണം ജെൻഡർ വി നോ ലൈക്ക് ഇപ്പം RSSൻ്റെ അജണ്ട എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനുസ്മൃതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓവർലി മദർഹുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അമ്മയായിട്ട് എങ്ങനെ കുട്ടികളെ വളർത്താം എന്നുള്ളതാണ് അവരുടെ ഇമ്പോർട്ടൻസ്. ആ കുട്ടികളെ വളർത്തുന്നത് ഏത് വഴിയായിരിക്കണം? ഹി ഷുഡ് ബി എ ഹിന്ദു. ഹൗ ലൈക്ക് യുവർ മദർഹുഡ് വുഡ് ലീഡ് ടു സംബഡി ബീങ് എ ഗുഡ് ഹിന്ദു എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു രീതിയിലുള്ള എന്താ പറയുക പഠനങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ സ്കൂൾസിലൊക്കെ സ്റ്റുഡൻസ് പഠിപ്പിക്കാനായിട്ട് ഈ RSS ഐഡിയോളജി പുഷ് ചെയ്യുന്നത്. ആൻഡ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ബ്രിങ്സ് ഔട്ട് എ ലോട്ട് ഓഫ് അട്രോസിറ്റീസ്. അപ്പം നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ദളിത് ഹിസ്റ്ററിനെ, ഇവിടുത്തെ സ്ത്രീകളുടെ മൂവ്മെൻറ്റിനെ, സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ ഈ പ്ലാറ്റ്ഫോമിന് ഇല്ലാണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പറയുന്ന വഴി. ഇത് ഇവരുടെ കമ്മ്യൂണൽ അജണ്ട വഴി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡിമോണിറ്റൈസേഷൻ ആൻഡ് GST. ഇത് ഇക്കണോമിക്സിലെ ടോപ്പിക്കാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. അപ്പം ഇക്കണോമിക്സിലെ ടോപ്പിക്കിൽ ഡിമോണിറ്റൈസിങ് എന്ന് പറയുന്ന സാധനം അവർ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു വലിയ അവരുടെ പദ്ധതിയാണ്. GST എന്ന് പറയുന്നതും ഇതേപോലെ അവർ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന സാധനമാണ്. ആൻഡ് അതിന് നമുക്ക് ഓർമ്മയുണ്ടാകും എങ്ങനെയായിരുന്നു ലൈക്ക് ഈ ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് സ്കൂളുകളിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ പറഞ്ഞത് മെറിറ്റ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ വഴി എന്താണ് നല്ലത്, എന്താ ചീത്ത, ലൈക്ക് വാട്ട് ആർ ദ ഗുഡ്സ് ആൻഡ് ബാഡ്സ് അബൌട്ട് ഡിമോണിറ്റൈസേഷൻ എന്നുള്ളത്. അതേ സെയിം ഗവൺമെൻറ് ഇന്ന് ഈ ടോപ്പിക്ക് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവ്ഡ് ഹിസ്റ്ററിയാണ്. ഓരോ കുട്ടിയും അവരുടെ വീട്ടിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് എങ്ങനെയാണ് അവരുടെ അച്ഛനമ്മ ലൈനിൽ നിന്ന് പൈസ മാറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുറേ പേര് ലൈക്ക് ദേ ഹാഡ് ലൈക്ക് എന്താ പറയുക വെരി ബാഡ് എക്സ്പീരിയൻസസ്, വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് പോലും ആൾക്കാർ ഡിമോണിറ്റൈസേഷൻ GST വഴി ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് എന്താ പറയുക ആ ലൈനിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെയൊക്കെ ഒരു കളക്റ്റീവ് മെമ്മറിയിലുള്ള അല്ലെങ്കിൽ കളക്റ്റീവ് ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിനെ തന്നെ ആ കളക്റ്റീവ് റിയാലിറ്റീനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ ചർച്ചകൾ നടത്താതിരുത്താം എന്നുള്ള ഒരു സാധനമാണ്. അപ്പം എക്കോണമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ റിയാലിറ്റിയുടെ അവരുടെ എവറിഡേ ലൈഫിനെ ബാധിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഇവർ ഇല്ലാണ്ടാക്കുന്നത്. അപ്പം അതുവഴി അവരുടെ അജണ്ടയും ക്ലിയർ ആണ്. അവർക്കിതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അവർക്കിതിനെ എക്കണോമിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നങ്ങളോ അത് നടത്തുന്നത് വഴിയുള്ളത് ബ്ലാക്ക് മണി തിരിച്ചു വന്നിട്ടില്ല, ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായിട്ടും നമുക്ക് ആർക്കും അറിയില്ല. ജസ്റ്റ് ദാറ്റ് ഇത്രയും ഡിമോണിറ്റൈസേഷൻ സമയത്ത് എല്ലാവരും ലൈനിൽ നിന്ന് പൈസ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് വേറെ ഒരു ഗുണവും ആൾക്കാർക്കോ മനുഷ്യന്മാർക്കോ ഉണ്ടായിട്ടില്ല. അതാണ് എക്കോണമി. സോ ദിസ് ഈസ് നോട്ട് ഈ പറയുന്ന CBSE പറഞ്ഞതുപോലെ 30% റിഡക്ഷൻ ജസ്റ്റ് പിള്ളേരുടെ ബേർഡൻ എടുത്ത് മാറ്റാനോ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് ബേസിക്കലി അവരുടെ അജണ്ട. അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത, അവർക്ക് സയൻറ്റിഫിക്കായിട്ട് ലോജിക്കലി റീസൺ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഐഡിയ ഓഫ് ഹിന്ദു രാഷ്ട്രത്തെ, അവരുടെ ഐഡിയോളജീനെ, അവരുടെ മനുസ്മൃതിനെ ഇങ്ങനെ കോൺട്രഡിക്റ്ററിയായി നിൽക്കുന്ന സാധനങ്ങൾ, ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസം, സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ബ്ലണ്ടേഴ്സ്, GST, ഡിമോണിറ്റൈസേഷൻ, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അട്രോസിറ്റീസ്, കാസ്റ്റ് അട്രോസിറ്റീസ്, ദളിറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അട്രോസിറ്റീസ് നമുക്കറിയാം എത്രത്തോളം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തത് കാരണം ലൈക്ക് ഒരു പെൺകുട്ടി ലൈക്കിന് സൂസൈഡ് ചെയ്തു. അതേപോലെ തന്നെ ലൈക്ക് പഞ്ചാബിൽ ലൈക്കിന് ബിക്കോസ് ഷീ കുഡ് നോട്ട് ലൈക്ക് എന്താ പറയുക ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കാരണം ആ കുട്ടി സൂസൈഡ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെയുള്ള ഹിസ്റ്ററികൾ, ഇങ്ങനത്തെയുള്ള റിയാലിറ്റികളെ എങ്ങനെ മറച്ചു വയ്ക്കാം ആൾക്കാരിൽ നിന്ന്, അതിന് ഒരു കളക്റ്റീവ് അമ്നീഷ്യ ഉണ്ടാക്കുക. ലൈക്ക് ആൾക്കാർ ഈ പറയുന്ന അവരുടെ റിയാലിറ്റിനെ തന്നെ മറന്നു പോവുക, അല്ലെങ്കിൽ ആ റിയാലിറ്റി മറന്ന് അവർ പറയുന്ന കെട്ടുകഥകളിൽ എങ്ങനെ ബിലീവ് ചെയ്യാം. എന്താണ് കെട്ടുകഥകൾ? അവർ പറയുന്ന പ്ലാസ്റ്റിക് സർജറി ആദ്യം കൊണ്ടുവന്നത് ഇന്ത്യയിലാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളിൽ എങ്ങനെ നമ്മൾ ബിലീവ് ചെയ്യും? അവരുടെ മിത്സിൽ, അവരുടെ എന്താ പറയുക ഇല്ലോജിക്കലായിട്ടുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റോറീസിൽ നമ്മളെങ്ങനെ ബിലീവ് ചെയ്യും എന്നുള്ളതാണ് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ പറയാം, ഇനി സോഷ്യൽ സയൻസിലേക്കുള്ള സബ്ജക്റ്റുകൾ, സിറ്റിസൺഷിപ്പ്. നമ്മൾ ഈ പറയുന്ന പകർച്ചവ്യാധി വരുന്നതിന് മുന്നേ
ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയൊരു സമരം ലൈക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഐ വുഡ് സേ നമ്മൾ കണ്ടു സിറ്റിസൺഷിപ്പിന് വേണ്ടി ആരായിരിക്കും സിറ്റിസൺ, എന്താണ് സിറ്റിസൺഷിപ്പ്, ആൻഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് വേണ്ടി ആൾക്കാർ റൂട്ടിൽ വന്ന് നിന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ്. ഷഹീൻ ബാഗിലെ അതേപോലത്തെ പല പല സിറ്റീസിലെ സ്ത്രീകൾ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്ത് CA, NRC, NPR സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ളൊരു വലിയൊരു സോഷ്യൽ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. അതിനകത്ത് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് മാത്രമല്ല, എന്താണ് ഡെമോക്രസി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് നമ്മുടെ റൈറ്റ്സ്, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ വ്യാപകമായി നടന്നിട്ടുള്ള ഒരു 2 മാസം 3 മാസം മുന്നേ ഇതിനെക്കുറിച്ച് ഇത്രയും ഡിസ്കഷൻ വൈഡായിട്ട്. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് ലീഡ് എടുത്ത് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളാണ്. കോട്ടൺ കോളേജ്, AMU, ജാമിയ, JNU, അങ്ങനെ പല കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസ്, അങ്ങനെ പല യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റുഡൻസ് ലീഡ് എടുത്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇത് എന്താ പറയുക, അല്ലെങ്കിൽ മുസ്ലിംസിനെ അവോയ്ഡ് ചെയ്യുന്നത് വഴി അവർ ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഒരു സെക്കൻഡറി സിറ്റിസൺഷിപ്പ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. ജർമ്മനിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നാസി ജർമ്മനിയിൽ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അതറിങ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. എന്താ പറയുന്നത്, ഞാനാണ് ഇവിടുത്തെ ലൈക്ക് ഓണർ, ലൈക്ക് ഐ ആം ദ ട്രൂ ഇന്ത്യൻ, ബാക്കിയുള്ളവരൊക്കെ ഫോറിനേഴ്സാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ജർമ്മനിയിൽ ചെയ്ത പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, ലൈക്ക് ഹൂ ഇസ് ദ ട്രൂ ബോൺ, ഹൂ ഇസ് ദി ഓണർ ഓഫ് ദ ലാൻഡ്, ആ ഒരു കൾച്ചറിനെ, ആ ഒരു ഹിസ്റ്ററിനെ അവർ ഇവിടെ ഇന്ന് നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് ബിൽ വഴി നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കില്ല. ആൻഡ് ഇത് വെറും സിറ്റിസൺഷിപ്പ് ബില്ലിൽ മാത്രമല്ല, ഹിന്ദു മുസ്ലിം എപ്പോഴും ഒരു അദറിങ് ലൈക്കിനും ഈ സൊസൈറ്റിയിൽ BJP എടുത്തിട്ടുള്ളൊരു പോളിസിയാണ് എങ്ങനെ ഹിന്ദുവിനെ മുസ്ലിം വേഴ്സസ് ആക്കാം, അതർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക അപ്പർ കാസ്റ്റ് ആൻഡ് ലോവർ കാസ്റ്റ് അവിടെ ഒരു അതറിങ്, ജെൻഡർ, വിമൻ ആൻഡ് മെൻ അതറിങ്. അപ്പം ആ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള സാധനം നമ്മുടെ സിറ്റിസൺഷിപ്പിലും ഇതിലും കണ്ടു. ആൻഡ് ബേസിക്കലി ഇവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റീസിനെ, ഇവിടുത്തെ മുസ്ലിംസിനെ, ഇവിടുത്തെ ആദിവാസികൾക്ക് ഇവർക്കൊന്നും ഈ എന്താ പറയുക ദളിറ്റ്സിന് ഈ സൊസൈറ്റിയിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഡെമോക്രസിയിൽ, സെക്യുലറിസത്തിൽ ബിലീവ് ചെയ്യുന്ന ഡെമോക്രസിയിൽ ഒരു റോളും ഇല്ല, അല്ലെങ്കിൽ അവരൊരു റോൾ പ്ലേ ചെയ്യുന്നില്ല. അവർ വെറും ഒരു സെക്കൻഡറി സിറ്റിസൺ ആണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നോക്കുന്നത്. ഇത്രയും ചർച്ചകളും ഇത്രയും സമരങ്ങളും നടന്ന് വെറും 2 മാസം 3 മാസം മുന്നേ നടന്ന സാധനം. അപ്പോൾ ഇതൊക്കെ ഇവരുടെ കുട്ടികളുടെ മുന്നേ നടന്നിട്ട് അതിനെ ഡിനൈ ചെയ്യുക, ആ റിയാലിറ്റിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിൻ്റെ കാര്യം പറയുമ്പം നമുക്കറിയാം, ഈ വരവര റാവു ഹൂസ് എ പോയിറ്റ്, ആളിപ്പം ജയിലിലാണ്, ലൈക്ക് ഭീമ കൊറിഗാവ് കേസിൽ ആൾ ജയിലിലാണ്. ആൻഡ് ഹിസ് ഹെൽത്ത് ഇസ് ഡിറ്റോറിറ്റേറ്റ്, ലൈക്ക് ആളുടെ ഹെൽത്ത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആൻഡ് ആളുടെ റിലേറ്റീവ്സും ബാക്കി ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പ്രിസണിൽ ആളുടെ കൂടെ ഉള്ള ആൾക്കാരും പറയുന്നത് ആളുടെ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ആണ്, എത്രയും പെട്ടെന്ന് ആൾക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണമെന്നുള്ളത്. ബട്ട് വി ക്യാൻ സീ ലൈക്ക് ഇൻ എ പാൻഡമിക്, ആൻഡ് അത് ക്ലിയർലി അറിയാം. പാൻഡമിക്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, അവിടുത്തെ പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ അവർ ഈ പാൻഡമിക്കിൻ്റെ പേരിൽ ഉള്ള റിലാക്സേഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പാൻഡമിക്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, പാൻഡമിക്കിൻ്റെ മറവിൽ എങ്ങനെയാണ് ആക്ടിവിസ്റ്റുകളെ, എങ്ങനെയാണ് അക്കാഡമിഷ്യൻസിനെ, എങ്ങനെയാണ് എന്താ പറയുക ജേർണലിസ്റ്റുകളുടെ പേരിൽ ഡ്രക്കോണിയൻ ആയിട്ടുള്ള ഊപ്പ പോലത്തെ ലോസ് ഇട്ടിട്ട് അവർ ജയിലിൽ അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഊപ്പ പോലത്തെ ലോസ് അവരുടെ മീത്ത് അടിച്ചേൽപ്പിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിൽ ഗോഗോയ് ആൻഡ് ആളുടെ അതർ കോംഗ്രീറ്റ്സ് അവർ ദേ ആർ ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ കോവിഡ്. ആൻഡ് ഇതുവരെ അവർക്കൊരു ട്രീറ്റ്മെൻറ്റോ ഒരു അറേഞ്ച്മെൻറ്റ്സോ ഇവിടുത്തെ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, ഈ സെൻട്രൽ ഗവൺമെൻറ്റോ അവിടുത്തെ സ്റ്റേറ്റോ ഒന്നും ചെയ്തിട്ടില്ല. സോ ബേസിക്കലി ദേ ആർ സെയിങ് കി അവരുടെ റൈറ്റ്സ്, അവരുടെ ബേസിക് അവകാശങ്ങൾക്ക് പോലും ഒരു കൊടുക്കാത്ത ഒരു കൺട്രിയിലെയാണ് ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ റൈറ്റ്സ്, ആ അവകാശങ്ങൾ നമ്മൾ പഠിച്ചാലേ നമ്മൾ അതിന് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളത് മനസ്സിലാക്കാൻ പാടില്ല. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ല. നമ്മുടെ അവകാശങ്ങൾ എന്താണ്, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, നമുക്ക് എന്താണ് നമ്മുടെ അവകാശങ്ങൾ എന്ന് അറിയുകയാണെങ്കിലല്ലേ നമ്മൾ യൂണിവേഴ്സിറ്റി, കോളേജസ് അല്ലെങ്കിൽ പൗരൻ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നമുക്ക് ക്ലിയർലി നമ്മുടെ എന്നും കണ്ടുപിടിക്കണം. സഫൂറ ലൈക്ക് അതർ കോംപ്ലീറ്റ്സ് ഹു ആർ ലൈക്ക് ഇൻ ജയിൽ. So that is one reality. See, അപ്പം what we see again and again is like India invasion ചെയ്ത ഒരു എപ്പോഴും ലൈക്ക് ആൾക്കാർ ലൈക്ക് ചിരിക്കുന്ന ഒരു കാര്യമാണ് ഐഡിയ ഓഫ് ഇന്ത്യ. അപ്പോൾ ദ പോയിന്റ് ഇസ് ദാറ്റ് യെസ്, ലൈക്ക് നമ്മുടെ ഫോർഫാദേഴ്സ് ഇന്ത്യ ഉണ്ടാക്കിയ സമയത്ത് ദേ ഹാഡ് എൻവിഷൻ, അവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നു ലൈക്ക് എങ്ങനെയായിരിക്കും ഭാരതം എന്ന്. അതിൻ്റെ ഐഡിയയിൽ ഡെമോക്രസി,
വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഐഡിയയിൽ സിറ്റിസൺഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഐഡിയയിൽ ഫെഡറൽ സ്റ്റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫെഡറലിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, എത്രത്തോളം ലൈക്ക് നോൺ BJP സ്റ്റേറ്റ്സിന് ഈ രാജ്യത്ത് ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്താണ് അവർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CNRC വന്നപ്പോൾ അവരത് ഇമ്പോസ് ചെയ്യുമായിരുന്നു എൻറ്റയർ ഇന്ത്യയിൽ വിത്തൗട്ട് കൺസൾട്ടിങ് ഒരു സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ അവിടുത്തെ BJP പാർട്ട്നേഴ്സിനെയോ ബാക്കി എന്താ പറയുക പാർട്ടീസിനെയോ ഒന്നും ഇൻവോൾവ് ചെയ്യിക്കാതെ ഒരു അൺപാർലമെൻ്ററി വേയിൽ ലൈക്ക് ദേ ഇമ്പോസ് ദാറ്റ് ആക്ട് ഓൺ ഓൾ ദീസ് പീപ്പിൾ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പാൻഡമിക്കിൻ്റെ സമയത്ത് ഇത്രയും എമർജൻസി ഒരു ഐഡിയ നമുക്കില്ല എന്താണ് ഈ പകർച്ചവ്യാധി കോവിഡ് എന്നുള്ളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയാത്തൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് കേരളം ഇത്രയും ബെറ്റർ ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി ലൈക്ക് അപ്പം ആ ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ത്യ ഇൻവേഷൻ ചെയ്തപ്പം നേഷൻ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇൻഡിപെൻഡൻസിന് മുന്നേ വെറും ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിനെ ഒരുമിച്ച് കൊണ്ടുവന്നതാണ് ഈ ഡെമോക്രസി, ഈ പറയുന്ന സെക്യുലറിസം, ഈ പറയുന്ന എന്താ പറയുക ഫെഡറലിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ്. ആ സാധനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാതിരിക്കുക. ആ സാധനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നാൽ അവർക്ക് അതിൻ്റെ ആൻസേഴ്സ് ഇല്ല. കാരണം സയൻസിലോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറിലോ അല്ലെങ്കിൽ ലോജിക്കിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ റീസണിങ്ങിലോ അവർക്ക് ഒരു രീതിയിലുള്ള അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് ഒരു പഠനവും അവർ ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ അവരുടെ അജണ്ട, കമ്മ്യൂണൽ അജണ്ട ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കൊണ്ടുവരാം, അത് കോളേജസ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, സ്കൂൾസ് ആയിക്കോട്ടെ, എങ്ങനെ അവരുടെ അജണ്ടകൾ കൊണ്ടുവരാം. ആൻഡ് അതിന് ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനോ ഡെമോക്രസിയോ സെക്യുലറിസമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് സ്റ്റാൻഡ്സ് എന്താ പറയുക, അത് കംപ്ലീറ്റ്ലി അവർ പറയുന്ന ഐഡിയ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവർ പറയുന്ന ഐഡിയ ഓഫ് കൺട്രിക്ക് എഗെയിൻസ്റ്റാണ്. കാരണം അതിനകത്ത് വെറും ഒരു കാസ്റ്റ് ഹിന്ദു, ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മണിന് മാത്രമേ റോളുള്ളൂ. അവിടെ ഒരു സ്ത്രീക്കോ അവിടെ ഒരു ദളിതനോ അവിടെ ഒരു ആദിവാസിക്കോ അല്ലെങ്കിൽ അവിടെ വേറൊരാൾക്കോ മൈനോറിറ്റീസിനോ ഒരു റോളും ഇല്ല. ബിക്കോസ് ഓൾ ഓഫ് ദം ബിക്കംസ് ഫോറിനേഴ്സ്. ആ എന്താ പറയുക അവരുടെ ഹിന്ദു രാഷ്ട്രത്തിനെ എൻവിഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലറിസമും ഈ പറയുന്ന ഫെഡറലിസമും ഒക്കെ എഗൻസ്റ്റ് ആണ്. അപ്പം ആ സാധനങ്ങളെ, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനങ്ങളെ എങ്ങനെ എടുത്തു മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ക്ലിയർലി കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ കമ്മ്യൂണലൈസ് ചെയ്യുന്നതിൻ്റെ അജണ്ട ലൈക്ക് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇത് മുന്നേ എങ്ങനെയാണ് ഹിസ്റ്ററിനെ മാറ്റി മറിക്കാം അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാം എന്നുള്ളത് BJP RSS അവരുടെ പവർ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ ആളുടെ കുറിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി. വി സോ ലൈക്ക് ഇപ്പം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യം കാണുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഹാരപ്പൻ കൾച്ചർ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ കാണും. എന്തുകൊണ്ട് ദ്രാവിഡൻ സിവിലൈസേഷൻ ഇല്ല? ഈ ഇന്ത്യയിൽ തന്നെയല്ല ദ്രാവിഡ് ഓൾ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ബേസിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് ഐഡൻറ്റിറ്റി ദ്രാവിഡൻ കൾച്ചറിൻ്റെയാണ്. എന്തുകൊണ്ട് നമ്മൾ അത് പഠിപ്പിക്കുന്നില്ല? അപ്പം ഒരു രീതിയിലുള്ള അവരുടെ ഒരു അജണ്ട ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡിക് സിവിലൈസേഷനെ എങ്ങനെ അതും മിത്തിക്കലായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനെ എങ്ങനെ ഇമ്പോസ് ചെയ്യാം ബാക്കിയുള്ളവരിൽ ആൻഡ് അവരുടെ ഹിസ്റ്ററിനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റേറ്റിൻ്റെ റിയാലിറ്റി, ഇന്നത്തെ RSS BJPൻ്റെ റിയാലിറ്റി. അപ്പം ആ എജൻഡയെ ഇവർ കരിക്കുലങ്ങളിൽ മുറിച്ചു മാറ്റുന്നത് വഴിയും വേറെ RSS BJPയും ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്താണ് അവരുടെ റോളെന്ന് കൊണ്ടുവരുന്നത് വഴിയും ഒക്കെയാണ് ഇവരുടെ ഹിസ്റ്ററിനെ ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി ബാബ സാഹിബ് അംബേദ്കർ പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എത്ര വൃത്തിക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും എത്ര നന്നായി എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു തെറ്റായ വ്യക്തിയുടെ കയ്യിലോ ഒരു തെറ്റായ വക്താക്കളുടെ കയ്യിലോ എത്തുകയാണെങ്കിൽ അവരത് മിസ്യൂസ് ചെയ്യും. ആൻഡ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഡെമോക്രാറ്റിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മുടെ റൈറ്റ്സിനെ, നമ്മുടെ അവകാശങ്ങളെ അവരെടുത്തു മാറ്റുന്നു എന്നുള്ളത്. അവർ കൊണ്ടുവരുന്ന ഓരോ ലോയും അവർ പാർലമെൻറ്റാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ആ പാർലമെൻറ്റിനെ, ആ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ വയലേറ്റ് ചെയ്യുന്നു, നമ്മുടെ റൈറ്റിനെ എങ്ങനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഈ എന്താ പറയുക ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റിക്കലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദാറ്റ് ഇസ് ദ റീസൺ വൈ ഹി സെഡ് ലൈക്ക് ഇഫ് ദ ബുക്ക് ഗോസ് ഇൻ ടു എ ബാഡ് ഹാൻഡ്സ് they can misuse it, and that is exactly what we see today. So ഇവരുടെ അജണ്ട we know they want to communalize, they want to അവർക്ക് അവരുടേതായ ഹിസ്റ്ററി ഇല്ല, അവരുടേതായ ചരിത്രമില്ല. അപ്പോൾ ആ ചരിത്രം എങ്ങനെ ഇല്ലാക്കാം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ്